ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഷാലോ ഫെലോഷിപ്പ് നൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഇത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സമയങ്ങളാണ്. നമ്മളിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതം മുതൽ ഷാലോമിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഷാലോമിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സായാഹ്നത്തിൽ കർത്താവിനെ കാണാൻ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയൊക്കെ സന്ദർശിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു രാത്രിയാണിത്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് മുമ്പിലായിരിക്കാം. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ നന്ദി. പ്രിയമുള്ളവർ, നമ്മളൊക്കെ ഈശോയെ ആഴമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് ചേരാനും ഈ ശുശ്രൂഷയെ സഹായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായി ഈശോയോട് പ്രകടിപ്പിക്കാം. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈശോയെക്കുറിച്ച്: യേശുക്രിസ്തുവിൻ്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ ആ കാലുകൾ ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് കഴുകുമായിരുന്നു. കാരണം അദ്ദേഹം അത്രമാത്രം നമ്മുടെ ഈശോയെ സ്നേഹിച്ചു. പ്രിയമുള്ളവർ, നമ്മുടെ ഈശോ ഹൃദയത്തിലെ രക്തം കൊണ്ട് പോലും ആ പാദങ്ങൾ കഴുകപ്പെടാൻ മാത്രം യോഗ്യനാണ്. അത്രമാത്രം യോഗ്യനാണ് നമ്മുടെ കർത്താവ് ഈശോ. നമുക്ക് ഹൃദയത്തിന് ആഴങ്ങളിൽ നിന്ന് ഈശോയെ ഒന്ന് സ്നേഹിക്കാം. ഹൃദയം കൊണ്ട് പറയാം: കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ എന്നെ തിരഞ്ഞെടുത്തതിനും അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ് ഞാനും നിങ്ങളുമൊക്കെ. ഏറ്റവും ഭാഗ്യപ്പെട്ട ജനമാണ് നമ്മൾ. കാരണം ഈശോയെ കാണാൻ കൃപ ലഭിച്ചു, ഈശോയെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യപ്പെട്ട ജനം. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ജനതയെന്ന് ഈശോ തന്നെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമ്പന്നനായ കോമളനായ ഒരു രാജാവാണ് സോളമൻ രാജാവ്, ദാവീദിൻ്റെ പുത്രനായ സോളമൻ. ദാവീദിൻ്റെ പുത്രനായ സോളമനാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദേവാലയം പണിതത്, ഏറ്റവും മനോഹരമായ കൊട്ടാരം പണിതത്. ഇതെല്ലാം പണിതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വൃഥാവിലാണ്. സോളമൻ്റെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്: സോളമൻ്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചു. ജ്ഞാനത്തിൽ മറ്റെല്ലാ രാജാക്കന്മാരെക്കാൾ അവൻ വളരെ പിന്നിലാക്കി കളഞ്ഞു. സോളമൻ്റെ ജ്ഞാനം, സോളമൻ്റെ അറിവ്, സോളമൻ്റെ ബുദ്ധിശക്തി, സോളമൻ്റെ സമ്പത്ത്, സോളമൻ്റെ ആഡംബരം എല്ലാം ലോകത്തിൻ്റെ അതിരുകളോളം വ്യാപിച്ചു. അതിനും പറയുകയാണ്, ഇതറിഞ്ഞ് ഷേബ രാജ്ഞി സോളമനെ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് കടങ്കഥയുമായി സോളമനെ കാണാൻ വന്നു. അപ്പോൾ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം സോളമൻ അജ്ഞാതമായിരുന്നില്ല. എല്ലാം കണ്ടു കഴിഞ്ഞ്, എല്ലാം കേട്ട് കഴിഞ്ഞ് ഷേബ രാജ്ഞി രാജാവിനോട് പറഞ്ഞ ഒരു വാക്കിതാണ്: യാഥാർത്ഥ്യത്തിൻ്റെ പകുതി പോലും ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ അറിഞ്ഞതിനേക്കാൾ എത്രയോ ഉന്നതനാണ് അവിടുന്ന് പണിത ഭവനങ്ങൾ, അവിടുത്തെ ദേവാലയം, അവിടുത്തെ കൊട്ടാരം, അവിടുത്തെ പരിചാരകർ, അവരുടെ ഉന്മേഷകൾ. ഇത് പറഞ്ഞ് ഷേബാരാജ്ഞി പറയുക അന്തം വിട്ടുപോയി. അവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിനുശേഷം ഷേബാരാജ്ഞി ആത്മഗതമെന്നോണം ഇങ്ങനെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. അവൾ പറയുകയാണ്, രാജാവിനോട് പറഞ്ഞു: നിൻ്റെ ഭാര്യമാർ എത്രയോ ഭാഗ്യമുള്ളവർ, നിൻ്റെ ശുശ്രൂഷകർ എത്രയോ ഭാഗ്യമുള്ളവർ, നിൻ്റെ ജനം എത്രയോ ഭാഗ്യമുള്ളവർ. നമുക്കറിയാൻ പ്രിയമുള്ളവരെ, ഒരു നല്ല രാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്നവരും ഒരു നല്ല രാജാവിൻ്റെ ശുശ്രൂഷകരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യമുള്ളവരാണ്. ഈ വാക്ക് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഈ വാക്കുകൾ കർത്താവ് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്: സോളമൻ്റെ വിജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ദക്ഷിണദേശത്തെ രാജ്ഞി കടന്നു വന്നു, സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി. അതിനും പറയുകയാണ്, എന്നാൽ ഇവിടെ ഇതാ സോളമനേക്കാൾ വലിയവൻ. ഈശോ പറയുകയാണ്, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പ്രിയമുള്ളവരെ, യേശുവിനെക്കുറിച്ച് നാം കേട്ടതിനേക്കാൾ എത്രയോ ഉന്നതനാണ് ഈശോ. യേശുവിനേക്കാൾ നാം അറിഞ്ഞതിനേക്കാൾ എത്രയോ ഉന്നതനാണ് ഈശോ.
സോളമൻ്റെ കൂടെ ജീവിക്കുന്ന പരിചാരകർ ഭാഗ്യമുള്ളവരാണെങ്കിൽ ഈശോ പറയുകയാണ്, എന്നോടൊപ്പം വസിക്കുന്ന എൻ്റെ ജനം. പ്രിയമുള്ളവരെ, ഈശോയെ സ്നേഹിക്കാൻ പറ്റിയ ഹൃദയം, ഈശോയെ ആരാധിക്കാൻ പറ്റിയ അതരങ്ങൾ, ഈശോയ്ക്ക് വേണ്ടി ഉറക്കടച്ച രാവുകൾ, ഈശോയ്ക്ക് വേണ്ടിയുള്ള ജീവിതം, ഇതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ലോകത്തിൽ ഇല്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. അനേക പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യപ്പെട്ട ജനമാണ്. ഈശോയെ സ്നേഹിക്കാൻ, അവൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ, അവനെ സഹായിക്കാൻ, ശുശ്രൂഷ സഹായിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത നമ്മുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് പ്രിയമുള്ളവർ, ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. അവൻ കടന്നു വന്ന് നമ്മയും നമ്മുടെ തലമുറയും എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ക്ഷണിച്ച് ഒരേ മനസ്സോടെ സ്നേഹത്തോടെ ഈശോയ്ക്ക് നമുക്ക് ആരാധന സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജീവൻ്റെ അപ്പമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി ശാലോമിനെ സ്നേഹിക്കുകയും ശാലോമിനോട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈശോയെ സ്വാഗതം ചെയ്ത് നന്നായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയിലൂടെ ശാലോം മിനിസ്ട്രി ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത്, അതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്നതിനോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ഞങ്ങളുടെ കൂടെ കൂടാരം അടിക്കുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നരുളിയവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കടലിന് മീതെ നടന്നവനെ,
കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവനെ, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയവനെ, ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവന്റെ മേൽ അധികാരമുള്ളവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തിയുടെ അധികാരമുള്ളവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യവും അന്ത്യവുമായവനെ, ആൽഫയും ഒമേഗയുമായവനെ, സമാധാനത്തിന്റെ രാജാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സമാധാന പ്രഭുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈശോ, അങ്ങയുടെ സമാധാനം, ശാശ്വതമായ സമാധാനം, നിത്യമായ സമാധാനത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയുവാനുള്ള എല്ലാ തടസ്സങ്ങളെയും അങ്ങ് എടുത്തു മാറ്റി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഭയത്തിന്റെ മേഖല നിന്ന് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ ചിന്തകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബന്ധങ്ങളുടെ മേഖലകളെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വീണ്ടും ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ, ഈശോ, ഞങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനം ഉള്ള കുടുംബങ്ങളായി മാറട്ടെ. സമാധാനം നിറഞ്ഞവരായി മാറട്ടെ. സമാധാനം പകരുന്നവരായി മാറട്ടെ. സമാധാനം കൊടുക്കുന്നവരായി മാറട്ടെ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമാവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ SPF അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോഴും ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ് അവരോരോരുത്തരും. അവരുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. അവരുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ ഈ രാത്രി അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോ, സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം മക്കളുടെ പഠനം മുൻപോട്ട് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, വാടക വീടുകൾ മാറി മാറി കയറി സ്വന്തമായ ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി വളരെയധികം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈശോ എല്ലാവരെയും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷങ്ങളിൽ അവിടുത്തെ സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ അനുഗ്രഹത്തിൻ്റെ രാത്രി ഓരോ ഭവനങ്ങളെയും അവിടുന്ന് സന്ദർശിക്കണമേ കർത്താവേ. സകല സമ്പത്തിൻ്റെയും ഉടയവനായി അവിടുന്ന് സ്വർഗം തുറന്ന് അവിടുത്തെ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമേ. സാമ്പത്തിക മേഖലകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക മേഖലകളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈ രാത്രിയിൽ അവിടുന്ന് ഓരോ കുടുംബങ്ങളെയും സന്ദർശിക്കണമേ. അവിടുത്തെ സ്വർഗത്തിന്റെ കലവറ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ പുതിയ വാതിലുകൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികൾ ഓരോ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരുടെ ജീവിതങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. മുൻകാലങ്ങളേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശാലോമിനെ ഏറെ സ്നേഹിക്കുന്ന SP ഫങ്ങൾക്കായും ഏജൻറ്റുമാർക്കായും ഷാലോമിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനായും സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഷാലോമിനെ സഹായിക്കുന്ന എല്ലാ സഹകാരികളെയും ഈശോയെ ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായും ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഇന്ന് ഞങ്ങളിൽ പലരുടെയും മക്കൾ വിദേശങ്ങളിലും വിദൂരങ്ങളിലുമൊക്കെയായി ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന മക്കൾക്കായി ഞങ്ങൾ ഈ ആരാധനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വഴിതെറ്റിപ്പോകാതെ അവരുടെ ജീവിതം വിശുദ്ധമായ വഴിയിലൂടെ നടക്കുവാൻ ദൈവമേ അവിടുന്ന് കരുണ കാണിക്കണമേ. അങ്ങേ പ്രതിയുള്ള സമർപ്പണത്തിൻ്റെ യോഗ്യതയാൽ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, സഹകാരികളായ എല്ലാവരുടെയും മക്കൾ, പ്രത്യേകിച്ച് വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ ആരും വഴിതെറ്റിപ്പോകാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ. ദൈവവചനത്തിലും വിശുദ്ധിയിലും അവർ വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും മക്കളുടെ വിവാഹ ജീവിതം നടക്കുവാൻ തടസ്സങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. ജോലി സംബന്ധമായി ഏറെ പ്രയാസങ്ങളുടെ ആരെങ്കിലും കടന്നു പോകുന്നു എങ്കിൽ ദൈവമേ അവർക്ക് വേണ്ടിയും ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് വാഗ്ദാനത്തെ ഓർക്കണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നന്മ ചെയ്യുവാൻ ഈ ആരാധനയിൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ആശീർവദിക്കണമേ. അങ്ങയുടെ വലതുകരം ഈ ശുശ്രൂഷയുടെ മേൽ നീട്ടണമേ. അങ്ങയുടെ മുറിവേറ്റ കരങ്ങൾ കർത്താവേ ഷാലോമിന്റെ സഹകാരികളുടെ മക്കളുടെ മേൽ അവിടുന്ന് നീട്ടണമേ. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണേലും അവിടുന്ന് ഇപ്പോൾ കടന്നു വന്ന് സ്പർശിക്കണമേ. കണ്ണുനീരോടെ നിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളുടെ തലമുറകളെ അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങയുടെ വാഗ്ദാനത്തെ എപ്പോഴും ഓർത്ത് അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ബ്ലെസ്സിംഗ് ആയി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. നിന്നിലൊന്നായി ചേരുവാൻ, നിന്നിലായി ജീവിക്കുവാൻ അനുഗ്രഹമേകണേ നാഥാ. നിന്നിലൊന്നായി ചേരുവാൻ, നിന്നിലായി ജീവിക്കുവാൻ അനുഗ്രഹമേകണേ നാഥാ. ഓ ദിവ്യകാരുണ്യേശ്വരേ,
അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന ഒരു വ്യക്തിയെപ്പോലും അവിടുന്ന് സൗഖ്യപ്പെടുത്താതെ മടക്കി അയച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം മൂലം അവൾ സൗഖ്യം പ്രാപിച്ചു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന കുഷ്ഠരോഗി പോകും വഴി അവൻ സൗഖ്യം പ്രാപിച്ചു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഇതാ ഇപ്പോൾ അനേക രോഗികൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ മേലൊന്ന് വയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അനേകർ ഈ കാലഘട്ടത്തിൽ പൊടുന്നനെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും സ്ട്രോക്കുകളൊക്കെ വന്ന് തളർന്ന് കിടന്ന കിടപ്പിൽ കിടക്കയിൽ കിടക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മുൻപിൽ കൺമുൻപിൽ നീ എഴുന്നള്ളിയിരിക്കുകയാണല്ലോ ദിവ്യകാരുണ്യമായി. നീ ഇപ്പോൾ അവരെ ഒന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗത്താൽ കഴിയുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാളുകളായി മരുന്നുകൾ മുടക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളായി വേദനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായി ICUവിലും വെന്റിലേറ്ററിലുമൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ അത്ഭുതകരമായ കരം അവരുടെ മേലൊന്ന് നീട്ടണമേ. നീ അവരെ സൗഖ്യപ്പെടുത്തണമേ. വിശ്വാസത്താൽ ഈ സമയം എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരം ഇപ്പോൾ അവരുടെ മേൽ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, ആടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നമ്മെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നമ്മെ വിടുവിച്ചിടും. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. നമ്മുടെ കുടുംബങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കുക. തകർന്ന കുടുംബ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ക്ലേശം മൂലം വേദനിക്കുന്നവർ ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുക. വിദേശത്തൊക്കെ പോകാൻ, പഠനത്തിനായി പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്ന മക്കൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അമർന്നു പോയ മക്കൾ, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത മക്കൾ, ഇവരൊക്കെ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങളെ ചേർത്ത് വയ്ക്കുക. ശാരീരിക വേദനയേക്കാൾ വലുതായ മാനസിക വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് തൻ്റെ ജീവിതം ചേർത്ത് വയ്ക്കുക. അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന സമയമാണിത്. ആ ദിവ്യകാരുണ്യൻ്റെ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന,
ഈശോയേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു.